ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ രക്ഷപ്പെടുത്തിയത് 85-ലധികം പേരെയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. NDRF സംഘം മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട്. ഉച്ചയോടെ കൂടുതൽ സംഘം എത്തുമെന്നാണ് അറിയുന്നത്. മൃതദേഹങ്ങൾ മേപ്പാടി PHCയിലുണ്ടെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ വിംസ് ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാർഗം NDRFിന്റെ സുരക്ഷാ സംഘം രാവിലെ സുൽത്താൻ ബത്തേരിയിലെത്തി. കൽപ്പറ്റയിൽ വെള്ളം കയറിയത് കൊണ്ടാണ് ബത്തേരിയിൽ ഇറങ്ങിയതെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു. ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. 35 മൃതദേഹങ്ങൾ കണ്ടെടുത്തെന്നാണ് റിപ്പോർട്ട്. മരണം 41 കടന്നെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിഭീകരമാണ് പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. എങ്ങും കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും ചളിയും നിറഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ പോലും വ്യക്തമല്ലാത്ത വിധം പുതഞ്ഞു പോയിരിക്കുന്നു. പുഴ വഴിമാറി ഒഴുകുന്നു. ഉരുൾപൊട്ടലിന് പിന്നാലെ ഒരു പ്രദേശം തന്നെ കാണാനില്ലെന്നാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും നാട്ടുകാരാണ്. അവരെല്ലാം മണ്ണിനടിയിലാണ്. ഹെലികോപ്റ്ററിനല്ലാതെ ഒന്നും ചെയ്യാനാകുന്നില്ല. ആദ്യം ചെറുതായാണ് ഉരുൾപൊട്ടിയത്, പിന്നീട് 2 തവണ കൂടി ഉരുൾപൊട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. 2ാം തവണ ഭീകരമായാണ് ഉരുൾപൊട്ടിയതെന്നും ഒരു പ്രദേശവാസി പറയുകയുണ്ടായി. ലഭിച്ച മൃതദേഹങ്ങൾ പലതും അവയവമറ്റ നിലയിലാണുള്ളത്. എയർലിഫ്റ്റിംഗ് പോലും സാധ്യമല്ലാത്ത വിധം ഭീകരമാണ് സാഹചര്യം. ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബങ്ങളെല്ലാം റിസോർട്ടുകളിലും അതുപോലെ മദ്രസകളിലും കുടുങ്ങിക്കിടക്കുകയാണ്. ചില വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവർക്കരികിലേക്ക് എത്താൻ യാതൊരു മാർഗവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുന്ന് കാണുന്ന കാഴ്ച അത്രത്തോളം ഭീകരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 300ഓളം കുടുംബങ്ങളായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. അതിൽ എത്ര പേർ ബാക്കിയുണ്ടെന്ന് അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊട്ടടുത്ത വീട്ടിൽ 50ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സമീപത്തെ ഒരു റിസോർട്ടിൽ 100ലേറെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഉരുൾപൊട്ടിയ മുണ്ടക്കൈയിലേക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിച്ചില്ലെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. അതുപോലെ അപകടം നടന്ന പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. എന്നാൽ അപകട സ്ഥലത്ത് പോവാൻ പറ്റുന്നില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ധാരണയും കിട്ടുന്നില്ലെന്നും ഒരു ഗ്രാമം അങ്ങനെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണെന്നും അങ്ങോട്ടേക്ക് പോവാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ലെന്നും മണ്ണിൽ നിന്നും മരത്തിനിടയിൽ നിന്നുമൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും രക്ഷാപ്രവർത്തകർ പറയുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് നാടിനെ നടുക്കി ദുരന്തം വന്നത്. അതുപോലെ ട്രീ വാലി റിസോർട്ടിൽ ഉൾപ്പെടെ 100ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇവർ അറിയിക്കുന്നുണ്ട്. വയനാടുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാം. സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. 9497900402 അല്ലെങ്കിൽ 0471272156 എന്ന ഈ നമ്പറുകളിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല IG-യും കണ്ണൂർ DIG-യും അല്പസമയത്തിനുള്ളിൽ വയനാടെത്തും. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ക്രമസമാധാന വിഭാഗം ADGPക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി. കേരള ആംഡ് പോലീസ് 4-5 ബറ്റാലിയനുകൾ, മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിലുണ്ട്. മലപ്പുറം ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി കൺട്രോൾ റൂമിൽ ആവശ്യത്തിന് പോലീസുകാരെയും വിന്യസിച്ചിരിക്കുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.